ചോപ്പ് സെറ്റ് ആളില്ലേ ഇവിടെ കുത്തിരുന്ന് ശീതളൻ എന്റെ കൂടെ പഠിച്ചാ മിണ്ടായിരിക്കും മൊയ്തോ, അയാൾ കണ്ട ചെറുപ്പാണല്ലോ. ഓ മുടിയിൽ പെയിന്റ് അടിച്ച് നടക്കാണ്. എന്റെ പ്രായണ്ടോന്. ഞങ്ങള് 4ാം ക്ലാസ് ബിയിൽ ഒരുമിച്ചിരുന്ന് ഉത്തരത്തിന് പഠിച്ചല്ലേ. ഓന്റെ അച്ഛന്റെ പേര് സഹദേവേ. കഴിഞ്ഞോ? ചിരിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞെങ്കിൽ ഒരു കാര്യം പറയാനുണ്ട്. എന്താണ്? ഞാൻ 6 മാസം മുമ്പ് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഗസറ്റഡ് ഓഫീസറാണ്. ഇതെന്റെ സഹോദരി മണ്ടോദരി. എനിക്ക് വിലയാധാരം തന്നിട്ടുള്ള ഭൂമിയുടെ ഞാൻ സ്വന്തമായി എഴുതിയിട്ടുള്ള ആധാരാണിത്. എനിക്കിത് ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്ത് കിട്ടണം. പിന്നെ എടുത്തു സാറേ, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം, അതുകൊണ്ടാ. നിങ്ങളാരാ? എന്റെ ഭർത്താവാ. അല്ല, അപ്പൊ ഈ ആധാരം തയ്യാറാക്കിയത് ആരാന്ന് പറഞ്ഞ്? അത് ഞാനാണെന്ന് പറഞ്ഞില്ലേ? ഗസറ്റഡ് ഓഫീസർ. നിങ്ങളിത് റിട്ടയർഡ് ആയ ഗസറ്റഡ് ഓഫീസറല്ലേ സാറേ? ഇങ്ങനെ ഈ എഴുതിയാലൊക്കെ തെറ്റ് വരാൻ പാടുണ്ടോ? എന്ത് തെറ്റ്? മൊത്തം തെറ്റാ. ഞാൻ നിങ്ങളുടെ വെബ്സൈറ്റ് നോക്കിയിട്ട് അതിന്റെ മാതൃകയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് വെബ്സൈറ്റ്? നിങ്ങളുടെ രജിസ്ട്രേഷൻ വകുപ്പിന്റെ വെബ്സൈറ്റ്. ഞങ്ങൾക്ക് അതിന് അങ്ങനെ ഒരു വെബ്സൈറ്റ് ഇല്ല. ഉണ്ടോ സാറേ? വെബ്സൈറ്റ് ഉണ്ട്. ശ്യാമളെ, ഇപ്പൊ സാറിന് ചിരി വരുന്നില്ലേ? ഒരു ജീവനക്കാരി അവര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ വെബ്സൈറ്റ് ഉണ്ടോന്ന് അറിഞ്ഞിട്ടില്ല. സാറിന് ചിരി വരുന്നില്ലേ? അതെ, നിങ്ങളെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും ഇടപെടണ്ട. ഇവിടുത്തെ കാര്യം ഇവിടെ ആയിക്കോളൂ. സാറേ, ആരെയാള്? ആരെ നമ്മളൊന്നും പിന്നെ നമ്മള് മൊയ്തു ആരാ? ആരാണ്? ആധാരം എഴുതുന്ന ആളാ നമ്മള്. ആധാരം എഴുതുന്ന ആളല്ലേ? നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം? അത് ശരി, കോളേജിൽ എന്താ പ്രിൻസിപ്പാളിന്റെ കാര്യം ചോദിക്കുമ്പോഴാണ് മൂപ്പര് ചോദിച്ചത്. സാറേ, ഈ കാര്യം സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാൾ അവിടെ നിർത്തേണ്ട യാതൊരു കാര്യമില്ല. ഇയാളെ പുറത്ത് നിർത്തണം. മൊയ്തു ഇവിടുത്തെ സ്ഥിരം. അല്ല, എന്ത് സ്ഥിരം? ആവശ്യമില്ലാന്ന്. ആവശ്യമില്ലല്ലോ. ശരി, മൊയ്തു പുറത്തേക്ക്. ഇയാൾ പുറത്തേക്ക് മാറി നിൽക്കുന്നേ. അത്രേ ഉള്ളൂ. താൻ പോടോ പെൻസിലുകളാ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പുറകിൽ റബ്ബറുള്ള എന്റെ കടലാസ് പെൻസിലും മോഷ്ടിച്ചവനാണ്. ഇപ്പോഴും തന്നില്ല. അത് ചോദിക്കാനല്ലല്ലോ നമ്മളിവിടെ വന്നത്. ആണോ? അല്ല, അല്ലെങ്കിൽ ആളെ മനസ്സിലാക്കാൻ വിചാരിച്ചാൽ പറഞ്ഞു. അതെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ഞങ്ങൾക്ക് ഇത് രജിസ്ട്രേഷൻ കഴിഞ്ഞ് കിട്ടണം. അത് കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് പാലക്കാട്ടേക്ക് പോവാൻ. കുട്ടികളോട് ഒറ്റയ്ക്കാണേ. അതെ, ഇതിപ്പോ എന്തായാലും ഇന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. വെബ്സൈറ്റ് നോക്കി അതേ മാതൃകയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങളത് വായിച്ചു നോക്ക്. സത്യം പറഞ്ഞ നമ്മുടെ വെബ്സൈറ്റിന്റെ മാതൃക തന്നെ പൊട്ടത്തെറ്റ. ഉദാഹരണത്തിന് ഇതിലെ 2ാം പേജില് 1ാം ഖണ്ഡികയിൽ എഴുതിയിട്ടുണ്ട്, ഏത് വിധമായ കാരണങ്ങൾ ചെയ്യുന്നതിനും എനിക്ക് പൂർണ്ണമായ അർഹതയും അധികാരവും ഉണ്ടെന്ന്. ഇല്ലേ? അപ്പൊ അത് എന്താണ്? കാരണം എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണമല്ല വരേണ്ടത്, കാരണം. അവിടെയാണ് പ്രശ്നം. ഈ കാരണം എന്ന് പറഞ്ഞാൽ എന്താ? റീസൺ. എന്നാൽ കാരണം എന്ന് പറഞ്ഞാൽ ക്രയവിക്രയം, ഇടപാട്. നമുക്കിവിടെ വേണ്ടത് അതാണ്. അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് സാറേ ഞാൻ അതിൽ കരണം എന്ന് എഴുതിയിട്ടുള്ളത്. അല്ല, പക്ഷെ വേറെ കുഴപ്പമുണ്ട്. എന്താ? നമ്മുടെ വെബ്സൈറ്റിൽ കാരണം ആണല്ലോ. അപ്പൊ അതിൽ നിന്ന് വള്ളി വ്യത്യാസം വന്നാലും നമുക്കത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അത് വെട്ടി അങ്ങോട്ട് തിരുത്തിയ പോരെ? അതെങ്ങനെ ചെയ്യും? നമ്മൾ ഇതിന്റെ ലാസ്റ്റ് പേജിൽ എന്താ എഴുതിയിരിക്കുന്നത്? വായിച്ചു നോക്കിയേ. ഇതിൽ വെട്ടുതിരുത്തുകളൊന്നുമില്ല. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ അത് ചെയ്യും? പറയൂ, എങ്ങനെ നമ്മൾ കാരണമാക്കും? കാരണം നോക്കിയാൽ അങ്ങോട്ട് പൊട്ടിച്ചാലോ? അല്ല, ഈ കാരണം എന്നുള്ളത് അങ്ങോട്ട് മാറ്റി എഴുതേണ്ട കാര്യമില്ലല്ലോ. അതല്ലേ ഞാൻ മലയാളത്തിൽ പറഞ്ഞു, അത് പറ്റില്ല സാറേ. ഈ മാതൃക എന്ന് പറയുന്നത് വെറും ഒരു മാതൃക മാത്രമല്ലേ. ഈ തണ്ടപ്പേര് സർവേ നമ്പറൊക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ ശരിയാക്കി കൊടുക്കണോണ്ടെന്താ? അല്ല, അങ്ങനെ നിയമം നോക്കി നിങ്ങളൊക്കെ പറയണ പോലെ ചെയ്താലേ ഞങ്ങൾ ഗോതമ്പുണ്ട് അതിന് വരും. അതെ, ഒന്നും നിൽക്കണ്ട. ഇത് നല്ല എന്താ ഉചിതമായി തീരുമാനിച്ചാൽ അതുപോലെ ചെയ്യും. കൊണ്ടിട്ട് വാ. ഇനി എന്താ ഉചിതമായ തീരുമാനം? അതായത് നല്ലൊരു ആധാർ എഴുത്തുകാരനെ കണ്ടിട്ട് ഇതുപോലെയല്ല, നല്ല വൃത്തിയായിട്ട് ഒരു ആധാരം എഴുതി കൊടുക്കുക. അപ്പൊ അങ്ങനെ. അപ്പൊ ഈ ആധാർ എഴുത്തുകാർ എന്ത് വങ്കത്തിൽ എഴുതി വെച്ചാലും നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് തരുമോ? അതിന്റെ നിയമമൊക്കെ അറിയാലോ. അതായത് ഈ ആധാർ എഴുത്തുകാരും നിങ്ങളും തമ്മിലുള്ള കളികളൊന്നും നിങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണ്ട കേട്ടോ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. എന്ത് കളി? അളിയാ, വാളി അങ്ങോട്ട് ഒരു. ആ വെബ്സൈറ്റ് ഒക്കെ ഇടക്കൊന്ന് നോക്ക് കേട്ടോ. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എവിടുന്ന്? എന്ത് നാണം കെടുത്തല്ലേ?